എന്നോട് മനോരമ മ്യൂസിക് ആയിരുന്നു എൻ്റെ പാട്ടുകൾ മാർക്കറ്റിംഗ് ഒരു സമയം കഴിഞ്ഞാൽ പാടും ചെയ്തത്. ശരിക്കും മനോരമ മ്യൂസിക് ആകെ ചെയ്തത് ചിത്രേച്ചിൻ്റെ പാട്ടുകൾ മാത്രമേ അവർ മാർക്കറ്റ് ചെയ്തില്ലൂ. അങ്ങനത്തെ എൻ്റെ ഇപ്പം പറയുന്നുണ്ടല്ലോ ക്വാളിറ്റി കുറവ്, ലിറിക്സ് കുറവ് എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി യൂസ് ചെയ്യുന്ന മനോരമ മ്യൂസിക് പോലും എൻ്റെ പാട്ടുകൾ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ബിസിനസ്സാണ്. അവിടെ ഒരിക്കലും ക്വാളിറ്റി മനോരമ പോലും നോക്കിയിട്ടില്ല. കാരണം മനോരമ എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, തൻസീറെ ഇനി നീ വേറൊരു കമ്പനിക്ക് പാടിക്കൊടുക്കണ്ട, നമ്മളെ മനോരമയിൽ തന്നെ ചെയ്യും. കാരണം അവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് തന്നെ. കാരണം ഓരോ വർക്ക് വരുമ്പോൾ ന്യൂസ് പേപ്പറിലും മറ്റേതിലും അവരെ പല രാജ്യത്തിൽ പോലും അവരെ CD-ൻ്റെ എൻ്റെ പാട്ടുണ്ട്. മാപ്പിളപ്പാട്ട് കേൾക്കാത്ത പല ലണ്ടനിലും ഇതിലും അവരെ ഇതുണ്ടാവുമല്ലോ, നമ്മുടെ ബുക്ക് സ്റ്റാളിലെല്ലാം മനോരമയുടെ CD-കളുണ്ട്. അവിടെ പാട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഓൾറെഡി നമ്മളെ ഓഫീസിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. വിളിച്ചിട്ട് പറയും ലണ്ടനിലല്ലോ, നമ്മൾ മാപ്പിളപ്പാട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്, തൻസീറിന് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഞാൻ തന്നെ ചിന്തിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാർക്കറ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പൾസ്. മനോരമ ചെയ്തത് കൊണ്ടല്ലേ എനിക്ക് അങ്ങനെ വന്നത്. അപ്പം ഞാൻ ഓൾറെഡി മനോരമ പറയുന്ന പോലെ എന്നോട് പറഞ്ഞു വേറെ മാർക്കറ്റിംഗ് കമ്പനിക്ക് എനിക്ക് പാടിക്കൊടുക്കരുത്, കറക്റ്റായിട്ട് അങ്ങനെ ചെയ്ത് CD ടൈം ഇട്ടാ